Hello friends, welcome to another episode of 3ds Max tutorial. എൻ്റെ പേര് സന്ദീപ്. വെൽക്കം ടു മൈ ചാനൽ ടു സ്പേസ് ഡിസൈൻ. നമുക്ക് 3ds Max സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിന് മുന്നിട്ട് പറഞ്ഞത് 3D Maxൻ്റെ ഇൻ്റർഫേസിനെ പറ്റിയിട്ടാണ്. ഇനി നമ്മൾ കൂടുതലായിട്ടുള്ള ഭാഗത്തേക്ക് കടക്കുകയാണ്. നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എന്താണ് എന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിലൊരു ടേബിൾ വിത്ത് 4 ചെയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ടുള്ള ഓപ്ഷനുകളൊന്നും ഉപയോഗിക്കാതെ സ്കെയില്, റൊട്ടേറ്റ് എന്നീ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ടേബിളും 4 ചെയറും എങ്ങനെ ഉണ്ടാക്കാമെന്ന് സിമ്പിളായിട്ട് ഒരു ട്യൂട്ടോറിയൽ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ്, എന്തൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ഉൾക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണുന്ന ഒന്ന് ബോക്സാണ്. ഈ ബോക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഓട്ടോ ഗ്രിഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതെന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഓട്ടോ ഗ്രിഡ് ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സർഫേസിൽ വേണ്ടിക്കലും വരക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ ഒരു ബോക്സ് വരച്ചു. ഈ ഓട്ടോ ഗ്രിഡ് ഓപ്ഷൻ ഓഫാണെങ്കിൽ നമുക്കൊരിക്കലും ഈ ഒരു ഫേസിൽ നമുക്കൊരു ബോക്സ് വരക്കാൻ പറ്റില്ല. ഇപ്പം നമ്മളിത് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ താഴെയുള്ളത്. അപ്പോൾ ഈ ഓട്ടോ ഗ്രിഡ് ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫേസ് തന്നെ അടുത്ത ഒരു ബോക്സ് വരക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിനുള്ള ഒരു മെത്തേഡ്. നമുക്ക് അധിക വർക്ക് ചെയ്യുന്ന സമയത്തും ഇത് ഓൺ ചെയ്ത് വെക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോഴിത് ആവശ്യമില്ല, നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതാണ് ബോക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് റെക്റ്റാങ്കുലർ, സ്ക്വയർ എന്ത് വേണ്ടിക്കലും ഇതിൽ വരക്കാൻ പറ്റും. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ F4 ഷോർട്ട് കീ അത് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ലൈൻസ് കാണാൻ പറ്റും. ഇതിന് സെഗ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഈ ലൈൻസ് ഇപ്പം നമുക്ക് ഇവിടെ ഇതിൻ്റെ ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1 മീറ്റർ വിഡ്ത്ത്, 1 മീറ്റർ ലെങ്ത്ത്, 1 മീറ്റർ വിത്ത്, 1 മീറ്റർ ഹൈറ്റിലുള്ള ഒരു ബോക്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇത് പെർഫെക്റ്റ് മെഷർമെൻറ്റിലാണുള്ളത്. അപ്പം ഇനി ഇതിൽ നമുക്ക് കൂടുതലായിട്ടുള്ള ലൈൻസ്, അതായത് സെഗ്മെൻറ്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ 1 എന്നുള്ളിടത്ത് നമ്മൾ നമ്പർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ചുറ്റും സെഗ്മെൻറ്റ്സ് ആഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം എന്താണ് ഈ സെഗ്മെൻറ്റ്സ്, എന്തിനാണ് ഇത് ആഡ് ചെയ്യുന്നതെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു 3D മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കതിനെ എഡിറ്റ് ചെയ്യേണ്ടിക്കൽ നമുക്ക് അതിൽ സെഗ്മെൻറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് മോഡലിങ്ങിൻ്റെ ഒരു ചെറിയ ടെക്നിക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാനിതിൽ 2 സെഗ്മെൻറ്റ്സ് ഇങ്ങനെ കൊടുത്തു. ഇനി നമ്മൾ ഇത് എഡിറ്റബിൾ പോളി എന്താണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എന്താണ് സെഗ്മെൻറ്റ്സ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഇതിനെ 4 പാർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഈ 4 പാർട്ടിനെ നമുക്ക് 2 ഫേസ് വെച്ചിട്ട് വേണ്ടി നമുക്ക് ഇതിൽ നിന്ന് എക്സ്ട്രൂഡ് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പറ്റും, ഉണ്ടോ? അപ്പം അതിനാണ് നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ട് ഇതിനെ നമ്മളിതിനെ ഡിവൈഡ് ചെയ്യുന്നതാണ്. നമുക്ക് ഈ ഒരു ലൈനിനെ മാത്രം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മൂവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം അതിനാണ് ഈ സെഗ്മെൻറ്റ്സ് ഇടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ആ ബോക്സിൻ്റെ സെഗ്മെൻറ്റ്സ്, ഹൈറ്റ്, വിഡ്ത്ത് എന്നൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇത് ബോക്സായിട്ടാണ് കൊടുത്തത്. നമ്മളൊരു ക്യൂബായിട്ട് കൊടുക്കുന്നതാണെങ്കിൽ അതൊരു ക്യൂബായിട്ടേ വരത്തുള്ളൂ. നമ്മൾ ബോക്സായിട്ട് കൊടുക്കുമ്പോൾ നമുക്കതിന് ഏത് ഷേപ്പിൽ വേണ്ടിക്കലും വരക്കാൻ പറ്റും. നെക്സ്റ്റ് ഇതിൽ കാണിക്കുന്ന ഒന്ന് കീബോർഡ് എൻട്രി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഡിഫോൾട്ടായിട്ട് നമുക്കൊരു സൈസ്, അതായത് ആക്സസിൽ ലെങ്ത്ത് വെച്ചിട്ട് ചെയ്യേണ്ടെങ്കിൽ
നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിതിൽ ഇത് ഡിലീറ്റ് ചെയ്തു, എന്നിട്ട് ബോക്സ് ക്ലിക്ക് ചെയ്തു, ഈ കീബോർഡ് എൻട്രിയിൽ ക്ലിക്ക് ചെയ്തു, ക്രിയേറ്റ് കൊടുത്തു. അപ്പോൾ ഒരു സെൻറ്ററിൽ ഒരു പോയിൻ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഞാനിത് ലെങ്ത് കൊടുക്കുന്നു 1000 1000 1000. ഇതിൽ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ അളവിൽ അത് ക്രിയേറ്റ് ആവും. അപ്പോൾ അതാണ് ഇത് നമുക്ക് ഏത് ആക്സസിൽ വേണമെന്നുള്ളതാണ്. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഈ എക്സ് ആക്സസിൽ ഇത്ര ഇതിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇപ്പോൾ അളവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. സാധാരണ ഇതാരും ഇത് യൂസ് ചെയ്യാറില്ല, എല്ലാവരും ഇതിൽ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് ബോക്സ്. നെക്സ്റ്റ് കോൺ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. നിങ്ങൾ മൗസ് റിലീസ് ചെയ്യരുത്. നമ്മൾ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് ഡ്രാഗ് ചെയ്യുന്നത്. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുകളിലേക്ക് മൗസ് കുറച്ച് മുന്നോട്ടേക്ക് മൂവ് ചെയ്യുക, എന്നിട്ട് പുറകോട്ടേക്ക് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, റിലീസ് ചെയ്ത് പുറകോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈ കോൺ ഷേപ്പ് ക്രിയേറ്റ് ആവും. ഒന്നുമില്ല, ക്ലിക്ക് ചെയ്തിട്ട് വലിക്കുക, റിലീസ് ചെയ്യുക, മൗസ് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക, പിന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റ് ബട്ടൺ, എന്നിട്ട് വലിച്ചു കഴിഞ്ഞാൽ കോൺ ക്രിയേറ്റ് ആവും. ഇതിനും ഇതേപോലെ തന്നെ കുറേ ഓപ്ഷൻസുകളുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. ഇതിൻ്റെ റേഡിയസ്, അതായത് താഴത്തെ റേഡിയസ്, അപ്പർ റേഡിയസ്, മുകളിലത്തെ റേഡിയസ് എന്നിവ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സെഗ്മെൻറ്റ്സ്, അതായത് ലൈൻസ്, അത് കാരണം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഇതിന് തീരെ സ്മൂത്തില്ല, കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ സെഗ്മെൻറ്റ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്മൂത്ത് കൂടി വരുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഹൈറ്റ് സെഗ്മെൻറ്റ്സ് ആഡ് ചെയ്യുന്നിടത്തും അത് കൂടി സ്മൂത്ത് ആവുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിനാണ് സെഗ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിനടിയിൽ കാണുന്നത് ഇതിൻ്റെ സ്ലൈഡാണ്. അതായത് എത്ര സൈഡായിട്ട് നിങ്ങൾക്ക് വേണം. ഇപ്പം ഇതിപ്പോൾ കണ്ടോ, നിങ്ങൾ 3 ഉള്ളൂ. അപ്പോൾ നമ്മളതിൻ്റെ സൈഡ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ സ്മൂത്ത്നെസ് കൂടി വരും. പിന്നെ ഉള്ളത് സ്ലൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സൈസിലേക്കാണ് ഇത് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു പർട്ടിക്കുലർ സൈസ് എഴുതാൻ പറ്റും. ഇത് സ്റ്റാർട്ടിംഗ് ആണ്, അതായത് ഞാനിപ്പോൾ 20 സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ 40 എൻഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആ കറക്റ്റ് ഇത്ര ഗ്യാപ്പിൽ ആ സ്ലൈസ് കിട്ടും. ഇതാണ് ഇതിൻ്റെ കോൺ എന്ന് പറയുന്നത്. അടുത്തത് സ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ടാണ്, നമ്മൾ ബോള് പോലത്തെ ഒരു സംഭവം സ്പിയർ. അപ്പം സ്പിയറിനും അതിൻ്റെ റേഡിയസ് ഉണ്ട്, പിന്നെ സെഗ്മെൻറ്റ്സ് ഉണ്ട്. അതായത് നമ്മൾ സെഗ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ സ്മൂത്ത്നെസ് കൂടി വരും. ഇത് നമുക്ക് അടിഭാഗത്തു നിന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ. അതിനാണ് ഹെമി സ്പിയർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഹാഫ് വേണ്ടെങ്കിൽ ഹാഫ് കട്ട് ചെയ്തെടുക്കാം, എത്രയാണ് നിങ്ങൾക്ക് വേണ്ടുന്നത് അത്ര അത് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഹെമി സ്പിയർ എന്ന് പറയുന്നത്. ഇതെല്ലാം മോഡലിങ്ങെല്ലാം വരുന്ന സമയത്ത് നമുക്ക് ഇപ്പം ഇവിടെ ഇത്രയിൽ വെച്ചിട്ടാണ് നമുക്കൊരു സാധനം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസിയാണിത്. ഇത്ര വയ്ക്കുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പോളിയാക്കുക, നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുക, സ്നാപ്പ് ഓണാക്കി റൊട്ടേറ്റ് ചെയ്ത് ഇതിൻ്റെ അടിഭാഗം, ഇത് നിങ്ങൾക്ക് 3D മോഡലിംഗ് വരുന്ന സമയത്ത് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരാം. സ്നാപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ സ്നാപ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കതൊരു പ്ലേറ്റ് പോലെ മാറ്റിയെടുക്കാം. മോഡലിങ്ങിൻ്റെ സമയത്ത് ഞാനത് കൂടുതൽ പറഞ്ഞുതരും. പിന്നെയുള്ളത് ജിയോസ്ഫിയറും സ്പിയറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് കോഡ് വൈസായിട്ടാണ് വരിക. അതായത് 4 ഒരു കോഡായിട്ട്
കണക്റ്റ് ആയിട്ടാണ് വരിക. പക്ഷേ ഇത് നമുക്ക് ട്രയാങ്കിൾ വൈസ് ആയിട്ടാണ്, ഡയഗണലി കണക്റ്റ് ആയിട്ടാണ് വരിക. അത് രണ്ടുമാണ് തമ്മിലുള്ള വ്യത്യാസം. അതിനും ജിയോസ്പിയറിനും അതിൻ്റേതായ കൺട്രോൾസുകളുണ്ട്. അതായത് റേഡിയസ്, സെഗ്മെൻറ്റ്സ്, നമുക്ക് സെഗ്മെൻറ്റ്സ് കൂട്ടും കുറവൊക്കെ ചെയ്യാം. ടെട്ര, ഒക്ട എന്നുള്ള ഡയഗണലിൻ്റെ ഒരു സ്റ്റൈലുകളാണ് പറയുന്നത്. പിന്നെ ഹാഫ് കട്ട്, ഹെമിസ്ഫിയർ, ഹെമിസ്ഫിയർ, അങ്ങനെ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സിലിണ്ടർ ഫസ്റ്റ് ഒരു ക്ലിക്ക്, ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുക, റിലീസ് ചെയ്യുക, ലെഫ്റ്റ് ബട്ടൺ മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക, നമുക്കിവിടെ ഒരു സിലിണ്ടർ ക്രിയേറ്റ് ആവും. ഈ സിലിണ്ടർ നിങ്ങൾക്കതിൻ്റെ റേഡിയസ്, ഹൈറ്റ്, അതിൻ്റെ ഹൈറ്റ് സെഗ്മെൻറ്റ്സ്, ക്യാപ് സെഗ്മെൻറ്റ്സ്, അതായത് മുകൾ ഭാഗത്ത് സെഗ്മെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ സെഗ്മെൻറ്റ്സ്, അല്ലെങ്കിൽ സ്ലൈഡ്, അതായത് നിങ്ങൾക്കതിനെ എത്ര റൗണ്ട് സ്മൂത്തായിട്ട് വേണോ അതിന് സ്ലൈഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻക്രീസ് ആവും. ബാക്കി ഈ ഓപ്ഷൻസ്, സ്ലൈസ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം തന്നെയാണ്. പിന്നെ വരുന്നത് ഇത് ഈ ട്യൂബ് നിങ്ങൾ ഫസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കാണും. റിലീസ് ചെയ്ത് കുറച്ചും കൂടി മുന്നോട്ടേക്ക് ഡ്രാഗ് ചെയ്യുക, അപ്പോൾ ആ ട്യൂബിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് വരും. പിന്നെ മുകളിലോട്ട് ഡ്രാഗ് ചെയ്യുന്ന നേരത്ത് നിങ്ങൾക്ക് ആ ട്യൂബ് ക്രിയേറ്റ് ആവും. ഇതിൽ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് റേഡിയസ്, അതായത് ഔട്ടർ റേഡിയസ് എത്രയാണ് വേണ്ടത്, അതിൻ്റെ ഇന്നർ റേഡിയസ് എത്രയാണ് വേണ്ടത്, അതിൻ്റെ ഹൈറ്റ് എത്രയാണ് വേണ്ടത്, പിന്നെ അതിൻ്റെ സെഗ്മെൻറ്റ്സ് എത്രയാണ് വേണ്ടത്, സൈഡ് എത്ര സൈഡായിട്ടാണ് അത്, അതിൻ്റെ സ്മൂത്ത്നെസ്. നിങ്ങൾക്കത് കുറച്ച് ബോക്സ് ടൈപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോക്സ് ടൈപ്പിലേക്ക് മാറ്റാൻ പറ്റും. കണ്ടോ, ഇങ്ങനെയാക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് മോഡൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തത് ടോർസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വട പോലത്തെ ഒരു സംഭവമാണ്, ബന്നു പോലെ ഉണ്ടാവും. ഇതാണ് സാധനം. ഇത് മോഡലിങ്ങിലൊക്കെ ചില സമയത്ത് യൂസ് ആവും. എന്തെങ്കിലും ക്രിയേറ്റ് ഡോണട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത്. പിന്നെ ഇതിൻ്റെ ട്വിസ്റ്റ്, സെഗ്മെൻറ്റ്സ്, സ്ലൈഡ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാവും. പിന്നെ ഇത് സ്മൂത്ത്നെസ്സാണ്. ഓൾ സൈഡ് സ്മൂത്തായിട്ട് വേണോ, പിന്നെ സൈഡ് ബൈ സൈഡായിട്ട് വേണോ, സെഗ്മെൻറ്റ്സ് ബൈ സെഗ്മെൻറ്റ്സ് ആയിട്ട് വേണോ, അത് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സൈഡ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് ആ ഭാഗം സ്മൂത്ത് ആവും. പിന്നെയുള്ളത് പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിരമിഡ് ഷേപ്പിലേക്ക് നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ നമ്മൾ ഇപ്പോൾ ഒരു വീടിൻ്റെ ഒരു പാരപ്പറ്റൊക്കെ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു വീടിൻ്റെ പാരപ്പറ്റാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡിസൈൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പിരമിഡ് ഷേപ്പ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില വീടിൻ്റെ ഡിസൈൻസിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിങ്ങനെ കോപ്പി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കോപ്പി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡിസൈനായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അതാണ് പിരമിഡ് ഉപയോഗിക്കുന്നത്. പിന്നെ ടീപോട്ട് ഡിഫോൾട്ടായിട്ട് ഇതിൽ 3Dയിലുള്ളതാണ്. നമുക്ക് മെറ്റീരിയൽ ചെക്ക് ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ടീപോട്ട് ഉപയോഗിക്കുന്നത്. ഡിഫോൾട്ടായിരിക്കും ഈ ടീപോട്ട്. അതിൽ തന്നെ പെർമനൻ്റായിട്ട് ഉണ്ടാകുന്ന സാധനമാണ്. നമുക്ക് അതിൻ്റെ റേഡിയസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, റേഡിയസ് ചേഞ്ച് ചെയ്യാം, അതിൻ്റെ സെഗ്മെൻറ്റ്സ് ചേഞ്ച് ചെയ്യാം, സ്മൂത്ത് കൂടുതലാക്കാം, പിന്നെ അതിൻ്റെ ഓരോ പാർട്ടായിട്ട് നമുക്ക് ഹൈഡ് ചെയ്ത് മാറ്റാം. അതിനാണ് ഈ സെഗ്മെൻറ്റ്സ് ടീപോട്ട് യൂസ്. മെറ്റീരിയലൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് അധികം ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് പ്ലെയിനാണ്. ഇതാണ് പ്ലെയിന് നമുക്ക് സെഗ്മെൻറ്റ്സ് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. സെഗ്മെൻറ്റ്സ് സ്മൂത്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഡെൻസിറ്റി, സ്കെയില്, ഇതൊന്നും നമുക്ക് റെൻഡറിങ്ങിലാണ് എഫക്റ്റ് ആവുള്ളൂ ഇതിൻ്റെ ഇത്. പിന്നെ സാധാരണ ഫ്ലോർ ക്രിയേറ്റ് ചെയ്യാനും, പിന്നെ ചില മോഡലുകൾ പ്ലെയിൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങും. ഈ കാർ മോഡലിംഗ് ഒക്കെ ചിലപ്പോൾ പ്ലെയിൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അതാണ് പ്ലെയിൻ. അതായത് സാധാരണ നമ്മളൊരു
ഒരു ഷീറ്റ് അത്രയേ ഉള്ളൂ, പ്ലെയിൻ. നമുക്കതിൽ നിന്ന് എഡിറ്റ് ചെയ്യാം, അതിൻ്റെ അകത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിനാണ് പ്ലെയിൻ ഉപയോഗിക്കുന്നത്. പിന്നെയുള്ള ടെക്സ്റ്റ് പ്ലസ് ആണ്. ടെക്സ്റ്റ് പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, 3D ടെക്സ്റ്റ്. നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത്, ഹൈറ്റ്, അതായത് റീജിയനാണ്. നമുക്ക് ഈ ഒരു റീജിയനിൽ എത്ര വേണമെങ്കിലും ടൈപ്പ് ചെയ്യാൻ പറ്റും. ഈ 3ds Max എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇത് അടിയിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ വിത്ത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങോട്ടേക്ക് മാറും. ഇനി അതിൻ്റെ ഫോണ്ട് ഇവിടെ ഇഷ്ടംപോലെ ഫോണ്ട് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഫോണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചില ഫോണ്ടുകളൊന്നും ഇതിന് സപ്പോർട്ട് ചെയ്യില്ല. സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫോണ്ടുകൾ മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു കോർണറൊക്കെ ഇത് വേറെ ഫോണ്ട് വരുന്ന സമയത്ത് കൊളാപ്സ് ആവും. അതുകൊണ്ട് അത് ചില സമയത്ത് ആ ഫോണ്ട് വർക്ക് ചെയ്യില്ല. പിന്നെയുള്ളത് ഇതിൻ്റെ ഗ്ലോബൽ പാരാമീറ്റേഴ്സാണ്. അതായത് ഹൈറ്റ്, ട്രാക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിതിൻ്റെ കണ്ടോ വീതി, ഓരോ ഇൻഡിവിജ്വൽ ടെക്സ്റ്റിൻ്റെയും വീതിയാണ്, ഗ്യാപ്പുകളാണ് വരുന്നത്. ഹൈറ്റ്, വി സ്കെയിൽ, എച്ച് സ്കെയിൽ, ഇതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്ര വലിയ സംഭവമൊന്നുമല്ല, ഇത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് വരുന്നതാണ് എക്സ്ട്രൂഡ് എന്ന് പറയുന്നത്. അതാണ് നിങ്ങളുടെ ടെക്സ്റ്റിന് 3D ലുക്ക് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾ മുന്നോട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ഒരു 3D ടെക്സ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൈറ്റിൽ ആനിമേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ 3D ടെക്സ്റ്റിന് ആനിമേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. ഇപ്പം നമുക്കിവിടെ ചെറിയൊരു ആനിമേഷൻ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന ടെക്സ്റ്റിന് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പം അത് ഒരു ആനിമേഷനിലേക്ക് മാറിയിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ള ചെറിയ ആനിമേഷൻസൊക്കെ ചെയ്യാൻ, 3D ടൈറ്റിൽ ആനിമേഷനൊക്കെ ചെയ്യാനാണ് 3D ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിലുള്ള ഒബ്ജക്റ്റ് ടൈപ്സ്. ഇനി അടുത്തത് എക്സ്റ്റെൻഡ് പ്രിമിറ്റീവ്സ് ആണ്. എക്സ്റ്റെൻഡ് പ്രിമിറ്റീവ്സ് ഞാൻ പറഞ്ഞുതരാം. സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സും എക്സ്റ്റെൻഡ് പ്രിമിറ്റീവ്സും നമ്മൾ ഒരുപാടല്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കും. ഹെഡ്ര ഉപയോഗിക്കുന്നത് ഒന്നുമില്ല, എല്ലാം ഓരോ ടൈപ്പിലുള്ള ഒബ്ജക്റ്റുകളാണ്. ഇതിന് പ്രത്യേകിച്ച് ഇന്ന യൂസിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊന്നുമില്ല. നമുക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള സമയത്തിനനുസരിച്ചിട്ട് നമുക്ക് ഓരോന്നും ഓരോ സമയത്തായിരിക്കും നമുക്ക് യൂസ് ആവുക. അപ്പോൾ അത് നമുക്ക് ഈ ഇതിൽ പല ടൈപ്പിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളതിലെ പാരാമീറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കുക, ഇത് എന്തിനാണ് നമുക്ക് ഓരോ ടൈപ്പിൽ ഉപയോഗിക്കാൻ പറ്റുക. അതൊന്നും പ്രീ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമ്മുടെ ഉപയോഗത്തിനനുസരിച്ചിട്ട്. ഇതൊക്കെ നമ്മൾ റെൻഡറിങ് മെറ്റീരിയലൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒബ്ജക്റ്റാണ്. അതിൻ്റെയും ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ സെഗ്മെൻറ്റ്സ്, നോട്ടിൻ്റെ സ്റ്റൈൽസാണ് ഇതൊക്കെ, അതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റേഡിയസ്, അതായത് തിക്നെസ്, അതിൻ്റെ സ്ലൈഡ്, സ്മൂത്ത്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട്, ട്വിസ്റ്റ്, അങ്ങനെ പലതും ഉണ്ട്. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസൊക്കെ ഇതിൽ മനസ്സിലാവും. പിന്നെയുള്ളത് ചാംഫറിങ് ബോക്സാണ്. ചാംഫറിങ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളെ ബോക്സിന് ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ കോർണേഴ്സിന് നമുക്ക് സ്മൂത്ത്നെസ് ഉണ്ടാവില്ല, ഷാർപ്പായിരിക്കും സാധാരണ ബോക്സിന്. പക്ഷേ ഈ ബോക്സിന് നമുക്ക് സ്മൂത്ത്നെസ് കിട്ടും. അതായത് നമ്മൾ ചാംഫറിങ് ബോക്സ് വെച്ചിട്ട് ഡ്രാഗ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മൂവ്മെൻറ്റ് മൗസ് മുന്നോട്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കോർണറുകൾ സ്മൂത്തായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ചാംഫറിങ് ബോക്സ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇവിടെയുണ്ട്. ലെങ്ത്ത്, ഹൈറ്റ്, വിത്ത് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫില്ലറ്റ്, അതായത് ആ എഡ്ജ് ഫില്ലായതിൻ്റെ ഫില്ലറ്റിൻ്റെ റേഡിയസാണിത്. പിന്നെ അതിൻ്റെ സെഗ്മെൻറ്റ്സ്, ആ ഫില്ലറ്റിലേക്കുള്ള സെഗ്മെൻറ്റ്സ്, അതായത് കൂടുതൽ കൊടുക്കുന്നതിനനുസരിച്ച് സ്മൂത്താവും. അതാണ് ചാംഫറിങ് ബോക്സ്. അടുത്തത് ചാംഫറിങ് സിലിണ്ടർ. ചാംഫറിങ് സിലിണ്ടർ അത് സെയിം തന്നെയാണ്, എഡ്ജസ് സ്മൂത്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മളിതിൻ്റെ സ്ലൈഡ്സ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് എഡ്ജസ്, ഫില്ലറ്റിൻ്റെ സ്മൂത്ത് നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റും. ഇതാണ് ഇത് രണ്ടും.
പിന്നെ ഓയിൽ ടാങ്ക്. ഇതെല്ലാം ഓരോ ടൈപ്പ് ഒബ്ജക്റ്റുകളാണ്. നമുക്ക് ഈ ഒരു പ്രത്യേക പർട്ടിക്കുലർ ഇതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നൊന്നുമില്ല. അത് മോഡൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതിനാണോ സൗകര്യാർത്ഥം അത് ഉപയോഗിക്കാൻ പറ്റുക അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതായാലും ക്യാപ്സ്യൂളും ആയാലും പിന്നെ എൽ എക്സ്റ്റൻഷൻ ആയാലും എൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൽ ആംഗിൾ എന്നെല്ലാം പറയുന്ന പോലത്തെ ഒരു ഒബ്ജക്റ്റാണ്. സി ക്യാപ്പില്ല നമ്മളെ ക്യാപ് ടൂൾ അതുപോലത്തെ ഒരു അതാണ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം കാണാൻ പറ്റും. കണ്ട സി ചാനലൊക്കെ ഇല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അതിന് പോലെ ഉപയോഗിക്കാനുള്ള. ഇതൊക്കെ ഓരോ രീതിയിലുള്ള ഓരോ ഒബ്ജക്റ്റുകളാണ്. നിങ്ങളിത് വെറുതെ ക്രിയേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. കാരണം ഇത് അധികത്തിലൊന്നും യൂസ് ആവുന്നതൊന്നുമല്ല. നമ്മൾ അവരിങ്ങനെ കുറച്ച് ഒബ്ജക്റ്റ് ഇങ്ങനെ പ്രീ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെ കുറേ ഒബ്ജക്റ്റുകൾ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്നും അധികം ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ചില ആൾക്കാർ യൂസ് ചെയ്യും, ചില ആൾക്കാർ യൂസ് ചെയ്യില്ല. അത് ഓരോരോ വർക്ക് ഡിപ്പെൻഡിങ് ആയിട്ടുള്ളതാണ്. അതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ഇത് രണ്ടുമാണ്. ചാംഫറിങ് ബോക്സ്, ചാംഫറിങ് സൈക്കിൾ. അത് ഇപ്പോഴ് എഡിറ്റബിൾ പോളിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് കോമ്പൗണ്ട് ഒബ്ജക്റ്റാണ്. അത് നമുക്ക് പിന്നെ എടുക്കാം. കാരണം അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഈ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സും എക്സ്റ്റൻഡഡ് പ്രിമിറ്റീവ്സും വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ടേബിളും 4 ചെയറും എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ടേബിളാണ്. അപ്പോൾ നമ്മളിവിടെ ബോക്സ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. ഇത് നമ്മൾ ബോക്സാക്കി വെക്കുക. നമുക്ക് സെഗ്മെൻറ്റ്സ് ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ സെഗ്മെൻറ്റ്സ് എല്ലാം 1ലേക്ക് മാറ്റി നമ്മളിതിൻ്റെ ലെങ്ത്ത്, അതായത് ഈ ഒരു ലെങ്ത്ത് 70 സെൻറ്റിമീറ്ററാണ് കൊടുക്കുന്നത്. അപ്പോൾ 700, ഞാൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഡയമെൻഷൻ എവിടെയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ഓൾറെഡി നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇവിടെ ഡയമെൻഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കസ്റ്റമൈസിൽ പോയിട്ട് കസ്റ്റമൈസേഷനിൽ യൂണിറ്റ് സെറ്റപ്പ് എന്നിട്ടുള്ളുണ്ട്. യൂണിറ്റ് സെറ്റപ്പ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെട്രിക്കിലായിരിക്കില്ല. അത് നിങ്ങൾക്ക് യൂസ് സ്റ്റാൻഡേർഡോ അങ്ങനെയൊന്നും ആയിരിക്കും. അപ്പോൾ നിങ്ങളത് മെട്രിക് കൊടുത്തിട്ട് മെട്രിക്കിൽ സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് കംഫർട്ടബിൾ ചെയ്താൽ അതിൽ കൊടുക്കാം. ചിലയാൾക്ക് ഫീറ്റിൽ അറിയുള്ളൂ, ചിലയാൾക്ക് സെൻറ്റിമീറ്ററിൽ മാത്രമേ ചെയ്യാം, മീറ്ററിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഏതാ കൺവീനിയൻറ്റ് അതിൽ മില്ലിമീറ്ററാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മില്ലിമീറ്ററിൽ കൊടുത്തു. പിന്നെ സിസ്റ്റം യൂണിറ്റ് സെറ്റപ്പിൽ ഇവിടെ പോയിട്ട് സെൻറ്റിമീറ്റർ ഉള്ളത് മില്ലിമീറ്ററിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ബോക്സിന് ഞാനിത് ക്ലേയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ കൂടുതൽ കൺവീനിയൻ്റ് ആയിരിക്കും. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ കൊടുക്കുന്നത് 600 കൊടുക്കാം. 600 വീതി, ഡെപ്ത്ത്. ഇതിൻ്റെ വീതി ഞാൻ കൊടുക്കുന്നത് 1.5 മീറ്ററാണ്. അതായത് 1500, 150 സെൻറ്റി. ഇത് 60 സെൻറ്റിയാണ് വരിക. ഇത് 150 സെൻറ്റിമീറ്ററിലാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് ഞാൻ കൊടുക്കുന്നത് 150 മതിയാവും. അപ്പം ഇതാണ് നമ്മുടെ ടേബിളിൻ്റെ ടോപ്പല്ല, അതിൻ്റെ അടിയിലത്തെ പാർട്ട്. അപ്പം നമ്മൾ പിന്നെ ഇനി ഇതിൻ്റെ 4 ഭാഗത്ത്, അതായത് ഇതിൻ്റെ 4 സൈഡിൽ നമുക്ക് ഒരു കാല് ക്രിയേറ്റ് ചെയ്യണം. അതായത് ലെഗ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ കൊടുക്കുന്ന വീതി ഇതിപ്പം 40/57 ആണ്. നമ്മളത് 40/40 ആക്കിയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഹൈറ്റ് ഒരു ടേബിളിന് എങ്ങനെയായാലും ഒരു 650 or 700 ഹൈറ്റ് ഉണ്ടാവും. നമുക്ക് 650 കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സെലക്ട് ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾ ഈ ഒരു വേറൊരു വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മുടെ ടോപ്പ് വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ലെഗ് ഇരിക്കുന്നത്. ജി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രിഡ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഈ ഒരു കോർണർ ഇവിടെ കൊണ്ടുപോയി കറക്റ്റ് വെക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് മാനുവലായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ടെല്ലാം വെക്കാം. പക്ഷേങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റായി വെക്കാൻ പറ്റുന്നൊന്നും അത്ര ഉറപ്പില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് സ്നാപ്പ് എന്ന് പറഞ്ഞൊരു ടൂള് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. സ്നാപ്പ്, ഇതാണ് സ്നാപ്പിൻ്റെ ടൂള്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്നാപ്പ് ഓണായി. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സ്നാപ്പിൻ്റെ കുറേ മെത്തേഡ്സ് ഉണ്ട്. ഗ്രിഡ് പോയിൻ്റ്, പിവിയോട്ട്, പെർപെൻഡിക്കുലർ, വേർട്ടെക്സ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ കോർണറിലുള്ളതാണ് വേർട്ടെക്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ കൺവേർട്ട് പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വേർട്ടെക്സ് കാണാൻ പറ്റും. ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഇതിൻ്റെ വേർട്ടെക്സ്. ഇത് ഓരോ പോയിൻ്റാണിത്. അപ്പോൾ ആ പോയിൻ്റ് ബേസിലാണ് നമുക്കിതിനോട് സ്നാപ്പ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ വേർട്ടെക്സ് ഓൺ ആക്കുന്നത്, വേർട്ടെക്സിൽ നമ്മൾ ഈ ഒരു പോയിൻ്റിൽ വെച്ചിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ഹൈലൈറ്റ് ആവുന്നതാണ് മൂവിൻ്റെ ബട്ടൺ, അല്ലെങ്കിൽ ഈ ഒരു ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഇത് ഇവിടെ പോയിട്ടാണ് അലൈൻ ആവുന്നത്. ഈ മുകളിലത്തെ പോയിൻ്റ് അലൈൻ ആവുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എനബിൾ ആക്സസ് കൺസ്ട്രെയിൻ ഇൻ സ്നാപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻസ് വരും. ഈ കാണുന്നതെല്ലാം തന്നെയാണ് നമ്മളിവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എടുത്തത്. അപ്പം നമുക്ക് ഷോർട്ടായിട്ട് യൂസ് ചെയ്യാനാണ് ഷിഫ്റ്റ് റൈറ്റ് ബട്ടൺ. ഇതിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇത് ഓണാണെങ്കിൽ നമ്മൾ വേർട്ടെക്സിൽ വെച്ചിട്ട് ഇവിടെ സ്നാപ്പ് ചെയ്യുന്ന സമയത്ത് കണ്ട ഇത് നമുക്കിവിടെ സ്നാപ്പ് ഈ ഒരു ആംഗിളിലെ സ്നാപ്പ് ആവുള്ളൂ. ഈ മുകളിലത്തെ ഭാഗം ഇവിടെ വന്ന് സ്നാപ്പ് ആവില്ല. അപ്പം നമ്മൾ ഇത് ഓഫ് ചെയ്തിട്ട് ഈ ഒരു ആംഗിളിൽ പ്രസ് ചെയ്തിട്ട് ഇവിടെ ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു ആംഗിളിൽ പോയിട്ട് സ്നാപ്പ് ആവും. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിനൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കിയിട്ട് സ്നാപ്പിന് നിങ്ങൾക്ക് ചെയ്തു തരാം. അടുത്ത ഈ ഒരു ആംഗിൾ സ്നാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വെക്കാം. ഇതിൻ്റെ ഒരു കോപ്പി, അതായത് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പി കിട്ടും. അങ്ങനെ കോപ്പി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പ്രസ് ചെയ്തിട്ട് ഇവിടെ വെക്കുക. അടുത്ത ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക, ഇത് പ്രസ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോഴുള്ള ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഈ ഒരു ലെഗിന് ഹൈറ്റ് ഇത്ര വേണ്ട, നമ്മളിത് കുറക്കുന്നത്. ഇപ്പോൾ 650 വേണ്ട, നമുക്കൊരു 500 മതി എന്നുണ്ടെങ്കിൽ ഈ ഒറ്റയൊന്നിൽ അത് എഫക്റ്റ് ആവുന്നുണ്ട്. ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ നിൽക്കും. നിങ്ങൾ ഓരോന്നിനും പോയിട്ട് മാറി മാറി ചെയ്യേണ്ടി വരും. അപ്പം ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോപ്പി ചെയ്യുന്നതിന് മുന്നിട്ട് ഈ അടുത്തതിനെ കോപ്പി ചെയ്യുന്നതിന് മുന്നിട്ട് ഇത് നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത സമയത്ത് ഇതിൽ കോപ്പി ഉണ്ട്, ഇൻസ്റ്റൻസ് ഉണ്ട്, റെഫറൻസ് ഉണ്ട്. ഇൻസ്റ്റൻസിൽ കൊടുക്കുക. ഇൻസ്റ്റൻസിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു തരാം. ഇപ്പം നെക്സ്റ്റ് അതും ഇൻസ്റ്റൻസിൽ തന്നെ, ഇതിൻ്റെ ഒരു അടുത്ത കോപ്പി അതും ഇൻസ്റ്റൻസിൽ നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കുറക്കേണ്ട സമയത്ത് ഈ ഒന്നിൽ നമ്മൾ ഹൈറ്റ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4ലും ചേഞ്ച് ആവും. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഓരോന്നിലും മാറ്റേണ്ട, ഒന്നിൽ മാറ്റിയാൽ തന്നെ നിങ്ങൾക്ക് എഫക്റ്റ്. ഇനി ഇത് താഴ്ത്തി ഇതിനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ടേബിളിൻ്റെ ടോപ്പ് പാർട്ടും ലെഗുമായി. ഇനി ഇതിനുള്ള കണക്ഷൻസാണ് വേണ്ടുന്നത്. അപ്പം നമുക്ക് പുതിയൊരു ബോക്സ് എടുത്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ഒരു ബോക്സിൻ്റെ കോപ്പി എടുക്കുക. അതായത് നിങ്ങൾ സ്നാപ്പ് ഓഫ് ആക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു ആക്സസ് തന്നെ വരും. ഇനി ഇൻസ്റ്റൻസ് വേണ്ട, അത് കോപ്പിയിലേക്ക് മാറ്റിയിട്ട് ഇതിന് റൊട്ടേറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഈ റൊട്ടേറ്റിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഓപ്ഷൻ വരും. ഇതിൽ നിങ്ങൾക്ക് എക്സ് ആക്സിലാണോ അല്ലെങ്കിൽ വൈ ആക്സിലാണോ സെഡ് ആക്സിലാണോ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് വൈ ആക്സിലാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഞാനിതിന് 90 ഡിഗ്രി റൊട്ടേഷൻ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആംഗിളിലേക്ക് അത് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ താഴെ വെക്കുന്ന ഈ ഒരു പീസ്, അതായത് ഇങ്ങനെയല്ല കണക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടുന്ന് ഇവിടത്തേക്കൊരു കണക്ഷൻ, അവിടുന്ന് സെൻറ്ററിലേക്കൊരു കണക്ഷനാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ആക്സിസിലേക്ക് അതിന് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സെഡ് ആക്സിസിലേക്ക് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ സൈസ്, എനിക്ക് ഇവിടുന്ന് ഇവിടത്തേക്ക് 30 മതി. 30x30 നമ്മൾ കൊടുത്തു. നമ്മൾ ഇവിടുന്ന് ഈ ഒരു പോയിൻ്റ് സ്നാപ്പ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ കൊണ്ടുപോയി വെച്ചു. അതായത് ഇതിൻ്റെ അടിയിലത്തെ പോയിൻ്റ് അത് നമുക്ക്
ഇവിടുന്ന് കുറച്ചും കൂടി ഹൈറ്റിലാണ് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഹൈറ്റ് കൊടുത്തിട്ട് നമുക്കിനെ മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ഇതിൽ ട്രാൻസ്ഫോം ടൂളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫോം ടൈപ്പ് വരുന്നത്. നമുക്ക് ഇവിടുന്ന് എത്ര ഹൈറ്റിലേക്കാണ് ഇത് സ്പെസിഫിക് ആയിട്ട് പോകേണ്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ Z ആക്സസിലാണ് എനിക്ക് ഇത് മൂവ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ പറയുന്നത് എനിക്കൊരു 50 mm ഹൈറ്റിൽ അത് മൂവ് ചെയ്യണം. 50 mm ഹൈറ്റിലേക്ക് അത് മൂവ് ആവും. നമുക്ക് ഇവിടുന്ന് ഇതിനെ ഇവിടത്തേക്ക് സ്നാപ്പ് ചെയ്യിക്കണം. അപ്പം അത് എഡിറ്റബിൾ പോളി വെച്ച് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേർട്ടെക്സ് മാത്രം സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യിക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഇതിലെ ഹൈറ്റ് ചേഞ്ച് ചെയ്യുന്നതാണെങ്കിൽ, കാരണം നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇവിടെയാണുള്ളത്, നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ സ്കെയിലുകൾ വർക്കാകുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തേക്കാണ് ഇത് കറക്റ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ 520 ഇതുള്ളത്, 520 കറക്റ്റ് വന്ന് വീഴും. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് സൈസ് വെച്ചിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കെയിൽ ടൂൾ വെച്ചിട്ടും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്കെയിലിൽ ഇതിൻ്റെ 3ൻ്റെ ഷോർട്ട് കീ കൂടി ഞാൻ പറഞ്ഞത്, W ആണ് മൂവ്മെൻറ്റ് ട്രാൻസ്ഫോമിന്, ഈ റൊട്ടേഷനാണ്, Y സ്കെയിലാണ്. അപ്പോൾ Yയിൽ നമ്മൾ ഈ ഒരു ആക്സസിൽ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്കെയിൽ ചെയ്യാം. നമുക്ക് കറക്റ്റ് മെഷർമെൻ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ 520 പിന്നെ സ്കെയിൽ ചെയ്തു. അപ്പം ഈ ഒരു പീസ് വന്നു. ഈ ഒരു പീസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ഇവിടെയാണ് അടുത്ത പീസ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഇതിനെ കോപ്പി ചെയ്തിട്ട് ഇവിടെ വെക്കാം. എന്നിട്ട് കറക്റ്റ് ഒരു ഇതിലാണ് ചെയ്യുന്നതുകൊണ്ട് നമ്മളിതിനെ ഡ്രാഗ് ചെയ്ത് അടിയിൽ വെച്ചിട്ട് ഈ ഒരു Z ആക്സസിൽ നമ്മൾ 50 mm ഹൈറ്റ് കൊടുക്കും. അപ്പോൾ ഇത് കറക്റ്റ് അങ്ങനെ വരും. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു കണക്ഷൻ ഇങ്ങനെ വേണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട്, അതായത് സ്നാപ്പ് ഓഫ് ആക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ആവും. എന്നിട്ട് ഇത് ഈ ഒരു ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒറിജിൻ, അതായത് ഈ പിവിയോട്ട് എന്നതിന് പറയും. ഈ ഒരു ആക്സസ് ഇവിടെ നിൽക്കുന്നതിന് ഇതിൻ്റെ പിവിയോട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു നമ്മളെ മധ്യഭാഗം എന്നൊക്കെ പറയില്ല, നമ്മൾ ഒരു കേന്ദ്രബിന്ദു, മലയാളം കേന്ദ്രബിന്ദു ഇതാണ്. ഈ ഒരു പോയിൻ്റ് വെച്ചിട്ടാണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുക അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ കേന്ദ്രബിന്ദു ഇവിടത്തേക്ക് മാറ്റണം, സെൻറ്ററിലേക്ക്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഭാഗം കണ്ടോ, ഇതിൽ വരിക, ഇതിൻ്റെ പേര് എന്നാൽ ഹെയറേച്ചറിയോ അങ്ങനെ എന്തോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റ് പിവിയോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ എഫക്റ്റ് പിവിയോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ട ഈ ആക്സസ് ഇവിടെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ സെൻറ്ററിലേക്കാണ് ഇത് വേണ്ടത്. അപ്പോൾ സെൻറ്റർ ടു അലൈൻ കൊടുക്കുക. അപ്പോൾ ഇത് സെൻറ്റർ ഭാഗത്തേക്ക് അലൈൻ ആവും. രണ്ടാമത് ഇത് ഓഫ് ചെയ്യുക. നമുക്ക് ഈ ആക്സസിലാണ് ഇത് വേണ്ടുന്നത്. അപ്പം Y ആക്സസിൽ 90 കൊടുത്തു, Z ആക്സസിൽ 90 കൊടുത്തു. അപ്പം ഇതിങ്ങനെ ചേഞ്ച് ആയി. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റായിട്ട് മാച്ച് ആകണം, എന്നാലാണ് നമുക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് സ്നാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്നാപ്പ് ഓൺ ആക്കുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ വേർട്ടെക്സിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് മിഡ് പോയിൻ്റ് എന്നിട്ടൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മിഡ് പോയിൻ്റ് കിട്ടും. ഈ മിഡ് പോയിൻ്റ് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ, ഇപ്പോൾ മിഡ് പോയിൻ്റ് ആക്ടിവേറ്റ് ആയി. നമ്മൾ ട്രാൻസ്ഫോമിന് W പ്രസ് ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഇതിൻ്റെ കറക്റ്റ് മിഡ് പോയിൻ്റ് കൊണ്ടുപോയിട്ട് വെക്കുക. അപ്പോൾ ഇത്രയായി. ഇനി നമുക്ക് ഈ ഒരു ആംഗിൾ ഇവിടെ കൊണ്ടുവന്നിട്ട് സ്നാപ്പ് ചെയ്യണം. അപ്പോൾ അതെന്താണ് സ്നാപ്പ്, എങ്ങനെയാണ് ഇവിടെ കൊണ്ടുപോയി വെക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടത്തേക്ക് എത്രയാണ് ദൂരം എന്ന് നമുക്ക് അറിയണം. ഇതിൽ നിന്ന് ഇവിടത്തേക്ക് എത്രയാണ് ദൂരം. അപ്പോൾ നമ്മളിതിൻ്റെ ടോപ്പ് വ്യൂവിൽ പോയിട്ട് നമുക്ക് ഇവിടത്തേക്ക് അളക്കാൻ പറ്റും. അതായത് ഈ ഒരു ടൂള് കണ്ടോ നിങ്ങൾ, ഹെൽപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ വന്നു കഴിഞ്ഞാൽ ടാപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ടാപ്പിൽ നിങ്ങളെ ഈ ഒരു പോയിൻ്റ് നമുക്ക് ഈ ഒരു പോയിൻറ്റിലേക്കുള്ള ദൂരമാണ് വേണ്ടത്. കറക്റ്റ് നോക്കിയാൽ 1440 mm ആണുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ്. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു കേന്ദ്ര ബിന്ദുവിനെ നമ്മൾ ഇവിടത്തേക്ക് തന്നെ ചേഞ്ച് ചെയ്ത് വെക്കണം.
അപ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആക്ടിവേറ്റ് പിവിയോട്ട് കൊടുത്തിട്ട് ഈ ഒരു സെൻറ്റർ പോയിൻ്റ് ഇല്ലേ, ഇതിൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റ് അത് നമ്മൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. അപ്പം ഇതിലേക്കായി. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ കേന്ദ്രബിന്ദു ഇതിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ കറക്റ്റ് 1440 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഈ സൈഡിലേക്കാണ് ഇത് ഇൻക്രിമെൻ്റ് ആകുന്നത്. കണ്ടോ? അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട പോയിൻ്റ് ഇതായിരുന്നു, മാറിപ്പോയി. നമ്മൾ ഈ ഒരു പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു സെൻറ്റർ പോയിൻ്റ് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടുന്ന് ഇത് എടുത്തിട്ട് ഇതിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആക്റ്റീവ് പിവിയോട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതിനെ മൂവ് ചെയ്തിട്ട് ഈ സെൻറ്റർ പോയിന്റിൽ വെക്കുക. എന്നിട്ട് കറക്റ്റ് ഇവിടെ 1440 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുപോയി വരും. കണ്ടോ? ഇപ്പോൾ നമ്മളെ ടേബിള് ഓക്കെ. ഇനി നമുക്കിതിൻ്റെ മേലെ ഒരു പീസ് വേണം. അപ്പം നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സ് ആണ്. എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സിൽ വന്നിട്ട് നമുക്ക് സൈസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു ബോക്സ് ഇങ്ങനെ വരച്ചിട്ട് സ്നാപ്പ് ഓഫ് ആക്കുക. സ്നാപ്പ് ഓഫ് ആക്കിയിട്ട് ഇവിടെ ഒരു ബോക്സ് ഇങ്ങനെ വരച്ചിട്ട് സൈസ് കൊടുക്കുന്നത്. ഇതിൻ്റെ വീതി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യൂവിൽ കാണിച്ചു തരാം. ഇതിൻ്റെ വീതി നമ്മൾ കൊടുത്തത് 600 600 mm. ഇത് 1500 mm. ഇതിൻ്റെ ഹൈറ്റ് 20 mm. ഫില്ലറ്റ് 10 വേണ്ട, ഒരു 3 കൊടുക്കാം. കറക്റ്റായി. അപ്പോൾ നമുക്ക് ഇനി ഈ വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്രണ്ട് വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ ഇത് അടിയിലാണുള്ളത്. നമ്മളതിനെ പൊക്കിയിട്ട് കറക്റ്റ് ഈ ഒരു ഇതിൽ വെച്ചിട്ട് ഇതിനെ നമ്മൾ കറക്റ്റ് വെച്ചു. അപ്പം ഇതിൻ്റെ ടോപ്പ് വ്യൂവിൽ വരിക. ഇത് നമ്മൾ കറക്റ്റ് അലൈൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിൻ്റെ എഡ്ജ് കുറച്ച് പുറത്തേക്ക് വേണം. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തുനിന്നും കുറച്ച് എമൗണ്ട് പുറത്തേക്ക് ഇടേണ്ടി വരും. അപ്പോൾ 600 ആണെങ്കിൽ ഞാൻ 20 mm റൈറ്റിലേക്കും 20 mm ലെഫ്റ്റിലേക്കും ഇടുന്നുണ്ട്. അപ്പം 40 mm. ഇപ്പോൾ സെൻറ്റർ പോയിൻ്റ് ഇതിൻ്റെ കേന്ദ്രബിന്ദു സെൻറ്ററിലാണുള്ളത്. അപ്പോൾ നമ്മളൊരു എമൗണ്ട് കൊടുക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തും അത് എഫക്റ്റ് ആവും. അപ്പം ഞാനിത് 640 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ട, രണ്ട് ഭാഗത്തേക്കും 20 mm എക്സ്ട്രാ വന്നു. അതേപോലെ തന്നെ വിട്ടിലും ഞാൻ 1540 കൊടുത്ത്, അപ്പോൾ 20 അതിൻ്റെ അകത്തേക്കും എക്സ്ട്രാ ആയി. അപ്പോൾ ഇപ്പം നമ്മൾ ടേബിൾ ക്രിയേറ്റ് ആയി. അടുത്ത നമ്മളിതിൻ്റെ ചെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയർ ഒരു സിമ്പിൾ ചെയറാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമ്മൾ ഒരു ബോക്സ് എടുത്തു. ആ ബോക്സിന് നമ്മൾ 600 ഒരു ചെയറിൻ്റെ സൈസ് 600 ആയിരിക്കും. 600 ഓക്കെ. ചെയർ ക്രിയേറ്റ് ചെയ്യുക. ചെയറിൻ്റെ 350 by 350 കൊടുക്കാം നമുക്ക്. ഇതിൻ്റെ ഹൈറ്റ് 50 mm കൊടുക്കാം. ഇനി നമുക്ക് ഈ വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റിലേക്ക് ഇതിനെ ഡ്രാഗ് ചെയ്യാം. അപ്പം ഒരു ഡിഫോൾട്ട് ചെയറിൻ്റെ സൈസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എത്രയാണ് വരികയെന്ന്. $48 cm, 52 cm. നമുക്ക് 40/50 കൊടുത്താലും മതി cm. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 40, ഇത് 50, ഇത് 40.
50 ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ ചെയറിന് നമുക്കൊരു ബാക്കിലൊരു സപ്പോർട്ട് വേണം. നമ്മളിതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് റൈറ്റ് ബട്ടൺ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മൾ റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേറ്റ് ബട്ടണാണ്. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇപ്പം ഇത് സെലക്ട് ചെയ്തിട്ട് റൊട്ടേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് അത് നമ്മൾ ഈ സ്നാപ്പ് ഓൺ ആക്കി കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഈ ആംഗിൾ സ്നാപ്പിൽ അത് സ്നാപ്പാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ സ്നാപ്പ് പ്രസ് ചെയ്യുക, ഈ കോർണറിലേക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ കണ്ടോ നമുക്ക് ഇങ്ങനെ വരും. ഇനി നമുക്ക് ഇതിന് 4 കാല് വേണം, അതായത് ലെഗ്. നമ്മളിതിന് ബോക്സിൽ ക്രിയേറ്റ് ചെയ്യുക. 30x30 കൊടുക്കുക. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് ഒരു 300 കൊടുക്കാം. അപ്പം ഇതിൻ്റെ ഒരു കോപ്പി ഇതിൽ കൊടുക്കുക. ഇതിൻ്റെ രണ്ട് സെലക്ട് ചെയ്യുക, രണ്ടുമായിട്ട് ഡ്രാഗ് ചെയ്യുക, കോപ്പി എടുക്കുക. ഇതിൻ്റെ ഒരു പോയിൻ്റ് ഈ ഒരു പോയിൻ്റ് ഇതിലേക്ക് സ്നാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചെയർ ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ കുറച്ചും കൂടിയും ഇതിനെ ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈനൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഇതിന് 30x30 500 ആണുള്ളത്. ഞാൻ 20x20/500 ഇത് 20, ഇത് 400 കൊടുക്കാം. നമുക്ക് ഇത് ഈ ഒരു ഏരിയ ഈ ഒരു പോയിന്റിലേക്ക് സ്നാപ്പ് ചെയ്യുക. ഈ ഒരു പോയിന്റിലേക്ക് സ്നാപ്പ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ടേബിളിൻ്റെ ഹൈറ്റിൽ വ്യത്യാസമുണ്ട്. ഈ ഒരു ടേബിളിന് ഞാൻ പറഞ്ഞു 600ൻ്റെ മേലെ ഹൈറ്റ് വേണ്ടി വരുന്നു. 600 അല്ലെങ്കിൽ 650 നമ്മൾ ഹൈറ്റ് കൊടുത്ത്, അപ്പോൾ ബാക്കിയുള്ളത് സെലക്ട് ചെയ്തിട്ട്, അതായത് ഇതിൻ്റെ ടോപ്പ് ഭാഗം സെലക്ട് ചെയ്തിട്ട് സ്നാപ്പ് ഓഫാക്കുക. ഇതിന് നമുക്ക് അല്ലെങ്കിൽ സ്നാപ്പ് ഓണാക്കിയിട്ടും ചെയ്യാം. നിങ്ങൾക്ക് ആ വ്യൂ കിട്ടുവാണെങ്കിൽ ഈ ഒരു വ്യൂ ഇതിലേക്ക് സ്നാപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ചെയറിന് ഹൈറ്റ് കുറവാണ്, നമ്മൾ കുറച്ച് മുകളിലേക്ക് വെച്ചു. എന്നിട്ട് ഈ ചെയറിൻ്റെ ലെഗ് 4 സെലക്ട് ചെയ്ത് നമ്മൾ ഈ ഒരു വ്യൂവിൽ വന്നിട്ട് ഇതിനെ സ്കെയിൽ ചെയ്യാം. ഇതിനെ ഡ്രാഗ് ചെയ്ത് താഴോട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി ഹൈറ്റാക്കാം. നമ്മളതിന് സ്കെയിൽ ചെയ്ത് ഇതിന് കുറച്ച് ഹൈറ്റ് വെച്ചു. ഈ പോയിൻ്റ് സ്നാപ്പ് എസ് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ വന്നിട്ട് ഈ ഒരു പോയിൻ്റ് ഇതിലേക്ക് സ്നാപ്പ് ചെയ്തു. ഇനി ഇതിൻ്റെ ഒരു കോപ്പി, നമ്മുടെ സമയം കുറേ പോകുന്നുണ്ട്, ഞാൻ അതുകൊണ്ട് കുറച്ച് സ്പീഡാക്കി കാണിച്ചു തരാം. ഇതിന് റൊട്ടേറ്റ് ചെയ്തു. പിന്നെ ഈ ഒരു പോയിൻ്റ് സ്നാപ്പ് ഓൺ ചെയ്തിട്ട് ഈ ഒരു പോയിൻ്റിലേക്ക് വെച്ചു. എന്നിട്ട് ഇതിനെ സ്കെയിൽ ചെയ്തു. കുറച്ചുകൂടി വേണം. അപ്പോൾ നിങ്ങൾ
നമുക്കിങ്ങനെ അതിൻ്റെ ഒരു ഇത് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ ഒരു 2 കോപ്പി ഇതിൻ്റെ ഇങ്ങനെ എടുത്തു വെച്ചു. അടുത്ത ഇത് 2 സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കോപ്പി ഇങ്ങനെ എടുത്തു വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചില ചെയർ കാണാൻ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ കുറച്ച് തിക്ക് കൂടുതലായിരിക്കും, ഇങ്ങോട്ട് കുറച്ച് തിക്ക് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചെയ്യേണ്ടിക്ക് നമ്മൾ ഇനി എഡിറ്റബിൾ പോളി എന്ന് പറഞ്ഞൊരു സെക്ഷനിലേക്ക് പോകണം. അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് കോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഞാൻ പറഞ്ഞു നേരത്തെ, ആ കോൺ നിങ്ങൾക്ക് യൂസ് ആവും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ. സിലിണ്ടർ യൂസ് ആവും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ. ഇപ്പോൾ കോൺ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ലെഗിന് കണക്കാക്കിയിട്ട് ഹൈറ്റ് വെച്ചിട്ട് ഞാൻ ഈ താഴ്ഭാഗം അടുത്ത റേഡിയസ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഫസ്റ്റ് റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ലെഗ് ചെയറിൻ്റെ ലെഗിൻ്റെ കറക്റ്റ് വീതിക്ക് അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് ഓരോ ഒബ്ജക്റ്റ് വെച്ചിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക, നിങ്ങളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു റെഫറൻസ് മോഡലായിട്ടാണ് ഇത് ഉണ്ടാക്കി കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ മേലെ ഒരു കുഷ്യൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ എക്സ്റ്റൻഡർ പ്രിമിറ്റീവ്സ് പോയിട്ട് ഒരു ചാംഫറിങ് ബോക്സ് എടുക്കുക, ഈ ഓട്ടോ ഗ്രിഡ് ഓൺ ആക്കുക, ഇതിൻ്റെ മുകളിൽ നിങ്ങൾ ഡ്രാഗ് ചെയ്യുക, കുറച്ച് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക, ഇതിനെ നമ്മൾ സ്മൂത്ത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കുഷ്യൻ കുറച്ച് ഇതിനെ താഴോട്ടേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കുഷ്യൻ റെഡിയായി. ഇത് ഓൾ സെലക്ട് ചെയ്യുക, എഡിറ്റിൽ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിന് നിങ്ങൾ ചെയർന്ന് പേര് കൊടുക്കുക. ഇത് ഓൾ സെലക്ട് ചെയ്യുക, അതിന് എഡിറ്റിൽ ഗ്രൂപ്പ് ടേബിളിന് പേര് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ടോപ്പ് വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ചെയർ. അപ്പോൾ ഞാനിതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഇവിടെ വെച്ചു. ഇത് 2 സെലക്ട് ചെയ്തു, അതിന് പ്രസ് ചെയ്തു, അതായത് റൊട്ടേഷൻ. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഈ ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി വന്ന് ഞാൻ ആ കോപ്പി ഇവിടെയും കൂടി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് 4 ചെയറും ഒരു ടേബിളും ക്രിയേറ്റ് ആയി. ഓക്കെ, അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനുള്ള റിപ്ലൈ എന്തായാലും തരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഏതാണ് കൂടുതലായിട്ട് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ തനിയായിട്ട് നിങ്ങൾക്ക് എടുത്ത് മനസ്സിലാക്കി തരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പം വീണ്ടും ഒരു വീഡിയോ ട്യൂട്ടോറിയലുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നവരെ ബൈ.